എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജിയോ ഒരു പുതിയ പ്രഖ്യാപനം നടത്തി. സാറ്റലൈറ്റ് സംവിധാനത്തോടുകൂടി കോൾ വിളിക്കാനും ഫോൺ അറ്റൻഡ് ചെയ്യാനും എല്ലാ സംവിധാനത്തിനും ഉതകുന്ന ഒരു ഫോൺ അവർ ഇറക്കിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 2024 ഇതിൻ്റെ ഒരു അൺഒഫീഷ്യലായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയെങ്കിലും പിന്നെ അത് അണിയറ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് BSNL എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും മോശം കാലാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന, മോശം സ്ഥിതിവിശേഷത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന BSNL പോലും സാറ്റലൈറ്റ് സംവിധാനത്തിൻ്റെ ഫോണ് ഇറക്കുമെന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് തന്നെ ജിയോയുടെ ശരി തനി നിറം കാണിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ജിയോ ഇപ്പം വലിയ രൂപത്തിലുള്ള വമ്പം പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു വിവരണം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ചാനലിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യുക. ജിയോ സാറ്റലൈറ്റ് ഫോൺ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കുകയും അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ആകാശ് അംബാനിയാണ് ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുക എന്നുകൂടി വെളിച്ചത്ത് വരുന്നുണ്ട്. ലീക്കായ ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് KA ബാൻഡ് ആൻഡ് KO ബാൻഡ് ഉപയോഗിച്ച് ജിയോയുടെ സ്വന്തം സാറ്റലൈറ്റായ ജിയോ സാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹ വഴിയാണ് ഈ ഒരു സംവിധാനത്തെ അവർ കൺട്രോൾ ചെയ്യുന്നത്. സ്വന്തമായി അവരെ ഉപഗ്രഹത്തെ വിക്ഷേപിക്കുകയും അതിൻ്റെ സഹായത്തോടുകൂടെയാണ് രാജ്യത്തെമ്പാടുമുള്ള എല്ലാ ഏരിയകൾ എന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾ, അതുപോലെ മരുഭൂമികളിൽ, കാട് അഥവാ ഫോറസ്റ്റുകളിൽ ഏതൊക്കെ മേഖലകളിൽ ആരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അവർക്കൊക്കെ വളരെ നിഷ്പ്രയാസം ഈ ഒരു ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ കൈക്കലാക്കാനും ഉപയോഗിക്കാനും ചെയ്യാൻ പറ്റുന്ന പാകത്തിലാണ് ഇപ്പോൾ ഇവർ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ജിയോ സാറ്റ 1 എന്ന് പറയുന്ന ഉപഗ്രഹത്തിൻ്റെ ആ ഒരു വലിയ പ്രഖ്യാപനം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത നയം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇന്ന് നിലവിലുള്ള ഇന്ത്യയിലെ മുൻനിര കമ്പനികളെ ഒന്നിച്ച് വിലക്ക് കെട്ടിയിട്ട് ജിയോ സ്വന്തമാക്കുക എന്നതും, അതേപോലെ തന്നെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ആഗോള ഭീമനായിട്ട് ഒരു മത്സരം നടത്തുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തെ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായിരുന്നാലും ജിയോ എന്ന് പറയുന്ന കമ്പനി ഇത്രമേൽ വളർന്നു വലുതാവുകയും അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇനിയും ഒരുപാട് വളർച്ചയിലേക്കും, ഒന്നുകിൽ നമ്മുടെ രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെ കുത്തകയായി മാറ്റിയെടുക്കാനുള്ള ശ്രമം പോലും ജിയോയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് BSNL ഒരു പ്രഖ്യാപനം നടത്തിയത്, സാറ്റലൈറ്റ് ഫോണുമായിട്ട് സംവിധാനമായിട്ട് നമ്മളിതാ വരുന്നു എന്നുള്ളത്. പക്ഷേ 2G പോലും നന്നായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ 4G പോലും നന്നായി കൊടുക്കാൻ കഴിയുന്നില്ല എന്ന വലിയ ഒരു എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റ രൂപത്തിൽ അവർക്ക് സർവീസ് നൽകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BSNL എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവത്തിൻ്റെ പിന്നാലെ പോകുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ജിയോ സാറ്റ 1 എന്ന് പറയുന്ന ഉപഗ്രഹത്തെ വിക്ഷേപിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ പ്രഖ്യാപനം ജിയോ മുകേഷ് അംബാനിയുടെ മകൻ ആകാശ് അംബാനി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ രാജ്യത്തെ എല്ലാ മുക്കിലും മൂലയിലും ഉള്ള ആളുകൾക്ക് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ വേണ്ടി ഞങ്ങളിത് വലിയൊരു സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ആ സംവിധാനത്തിന് അവർക്ക് ഏറ്റവും പ്രധാനമായി പറയുന്നത് 100 Mbps സ്പീഡ് വരെ കിട്ടുമെന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത് തുടക്കത്തിൽ. പിന്നെ അത് 400-ഉം 450-ഉം 650-ലേക്കൊക്കെ വരാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൻ്റെ 70% അഥവാ മരുഭൂമി, കടൽ പ്രദേശം, കാടുകൾ, ഇങ്ങനെയുള്ള മേഖലകളിൽ ആൾതാമസമുണ്ട്. അത്തരം ആളുകളെ നമ്മുടെ കസ്റ്റമറായി മാറ്റുക, അഥവാ ജിയോയുടെ കസ്റ്റമറാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇവരുടേതായിട്ട് തന്നെ ടവറുകളോ അല്ലെങ്കിൽ ഫൈബർ കേബിളുകളോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വളരെ വലിയ സംവിധാനത്തോടുകൂടെ ഇത് സ്ഥാപിക്കുകയും, അതുപോലെ സെറ്റ് ബോക്സിലൂടെ തന്നെ അവർക്ക് എത്രയാണോ അവരുടേതായ മാസ പ്രീമിയം അതടച്ച് അവർക്ക് അനായാസം വളരെ എളുപ്പത്തിലായി ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിലായിരിക്കും അത് കൊണ്ടുവരിക എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും BSNL പ്രഖ്യാപനം വന്നതോടുകൂടി വലിയൊരു പ്രഖ്യാപനമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഭാരത് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ലിമിറ്റഡ് അഥവാ BSNL, അതുപോലെ തന്നെ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക്, അതുപോലെ മറ്റൊന്നാണ് OneWeb എന്നതിനോട് കിടപിടിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു ഫെയർ പാക്കേജ് ആയിരിക്കും ഇവർക്ക് പ്രഖ്യാപിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പുതിയ രീതിക്കുള്ള ഒരു പുതിയ പ്രഖ്യാപനമോ വലിയ നിശ്ചയമോ ഒന്നും വന്നിട്ടില്ല. ഏകദേശം എത്ര രൂപയാകും
എന്ന് ചോദിക്കുമ്പം ഇവരൊക്കെ പറയുന്നത്, പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് 5000 രൂപ എന്നാണ്. 5000 രൂപക്ക് സെറ്റ് ടോപ്പ് ബോക്സ് മാത്രമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ മൊത്തമായി കിട്ടുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. ജിയോ ആകുമ്പോൾ ഒരുപക്ഷെ അത് ഫ്രീ ആയി കൊടുക്കുകയും പിന്നീടത് എല്ലാ അർത്ഥത്തിലും ജിയോ സിം വന്നതുപോലെ ഇതും അതേ അർത്ഥത്തിൽ ഒരു പരീക്ഷണം നടത്തുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായിരുന്നാലും ജിയോ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിയോ സാറ്റ-1 എന്ന് പറയുന്ന ഉപഗ്രഹത്തെ വിക്ഷേപിച്ചു. അതിൻ്റെ പിന്നാലെ അവരുടെ വർക്കുകളൊക്കെ സ്റ്റാർട്ടാക്കി. ഏതർത്ഥത്തിലാണെങ്കിലും വലിയ രൂപത്തിലുള്ള ഒരു കൊള്ള അവർ നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം വലിയ നന്മയാർന്ന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ജിയോയുടെ ഭാഗത്തു നിന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.